വെൽക്കം. ഞാൻ ക്രിസ് ലിജേഷ്. നമ്മൾ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നത് ഷോർട്ട് സെല്ലിംഗ് കൺസെപ്റ്റ് ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡിസ്ക്ലൈമർ. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് വാല്യൂസ്. ഇതിനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് കമ്മോഡിറ്റി ആണെങ്കിൽ കമ്മോഡിറ്റി ട്രേഡിംഗ്, സ്റ്റോക്സ് ആണെങ്കിൽ സ്റ്റോക്സ് ട്രേഡിംഗ്, കറൻസി ആണെങ്കിൽ കറൻസി ട്രേഡിംഗ്, ഫോറക്സ് ആണെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ്, ഓപ്ഷൻസ് ആണെങ്കിൽ ഓപ്ഷൻസ് ട്രേഡിംഗ്, ക്രിപ്റ്റോ ആണെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ്. ലൈക്ക് നമ്മൾ പറഞ്ഞു, ബൈയിങ് സെല്ലിംഗ് ഓഫ് വാല്യൂസിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രേഡിംഗ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഉദാഹരണം നമുക്കൊരു ഗോൾഡിൽ പറയാം. ഗോൾഡ് 1 ഗ്രാം സ്വർണം ഞാൻ വാങ്ങിക്കുകയാണ് 2,900 രൂപയ്ക്ക്. ഈ പ്രസന്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് 2,900 രൂപയാണ് 1 ഗ്രാമിന്റെ വില. ഓക്കെ, ഇപ്പോഴത്തെ വില എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത് CMP എന്നാണ്, കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, അപ്പൊ 2,900 വാങ്ങിച്ച ഈ സ്വർണം 2,980 രൂപയായപ്പോൾ ഞാൻ വിറ്റു. അപ്പോ വിറ്റ വില 2,980, വാങ്ങിച്ച വില 2,900. അപ്പൊ എനിക്ക് 80 രൂപ എനിക്ക് ലാഭം. ഇനി ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇതിന്റെ വില 2,850 ആയെന്ന് വിചാരിക്കുക. അപ്പൊ 2,850 വിറ്റാലോ എനിക്ക് 50 രൂപ നഷ്ടം അല്ലെ. അപ്പൊ വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലക്ക് വിറ്റാൽ ലാഭം, വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് വിറ്റാൽ നമുക്ക് നഷ്ടം. ഇതാണ് നമ്മുടെ കച്ചവടത്തിന്റെ രീതി. വാങ്ങിയ വിലക്ക് കൂടുതൽ വിലക്ക് വിറ്റാൽ ലാഭം, വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് വിറ്റാൽ നഷ്ടം. ഓക്കെ, അപ്പൊ സ്വർണത്തിന്റെ വില ഇങ്ങനെ താഴ്ന്നു വരികയാണ്. 2,900, 2,850, 800, 750 അങ്ങനെ പറഞ്ഞിട്ട് ഇതിങ്ങനെ താഴ്ന്നു പോവാണ്. അപ്പൊ ഈ അവസരത്തില് നമ്മള് ഗോൾഡ് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ സ്വർണം വാങ്ങിച്ചാൽ നമുക്ക് ലാഭസാധ്യതയാണോ നഷ്ടസാധ്യതയാണോ ഉള്ളത്? അപ്പൊ വില താഴേക്ക് പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് നഷ്ടസാധ്യതയാണുള്ളത്. ഈ താഴേക്ക് പോകുമ്പോൾ വില താഴേക്ക് പോകുന്ന ഈ ഒരു അവസരവും നമുക്ക് പ്രയോജനപ്പെടുത്താം. എങ്ങനെ? ഓക്കെ, ആ അവസരമാണ് ഷോർട്ട് സെൽ. നോക്കാം. നമുക്ക് ലളിതമായ മാർക്കറ്റിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് വാങ്ങുക, ഒന്ന് വിൽക്കുക. വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിറ്റാൽ ലാഭം, വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് വിറ്റാൽ നഷ്ടം. ഓക്കെ, അപ്പോൾ സ്വർണത്തിന്റെ വില 2,900, 850, 800 പറഞ്ഞിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് എന്ത് സംഭവിക്കും? നഷ്ടം സംഭവിക്കും. അപ്പൊ നമ്മൾ ഇനി ഇവിടെ 2 പ്രോസസ് നമുക്ക് കമ്പയർ ചെയ്യാണ്. ഒന്ന് വാങ്ങുക, ഒന്ന് വിൽക്കുക. അപ്പൊ 2,850 എത്തിയപ്പോൾ വാങ്ങി, അത് താഴേക്ക് വന്ന് 2,550 എത്തിയപ്പോൾ വിറ്റു. ഇപ്പൊ വാങ്ങിയ വില എത്രയാ? 2,850, വിറ്റ വില 2,550. അപ്പൊ വിറ്റ വില മൈനസ് വാങ്ങിയ വില 300 രൂപ നമുക്ക് നഷ്ടം. ഓക്കെ, ഇനി വാങ്ങുന്നതിന് പകരം 2,850 ഞാൻ സെല്ല് ചെയ്തു, വിറ്റു. ഓക്കെ, എന്നിട്ട് തിരിച്ച് 2,550 എത്തിയപ്പോൾ ഞാൻ വാങ്ങിച്ചു. ഇപ്പോൾ എന്റെ വിറ്റ വില 2,850, വാങ്ങിയ വില 2,550. അതായത് എനിക്ക് 300 രൂപ ലാഭം. മനസ്സിലായോ? അതായത് ഒറ്റ പോയിന്റ് ശ്രദ്ധിച്ചാൽ മതി. വാങ്ങുക, വിൽക്കുക, ഇത് രണ്ടും വെറും പ്രോസസ്സ് മാത്രമാണ് ഇവിടെ. ആദ്യം വാങ്ങിയാൽ അത് വിൽക്കണം, ആദ്യം വിറ്റാൽ അത് വാങ്ങിക്കണം. ഇത് രണ്ടും പ്രോസസ്സാണ്. വാങ്ങിയാലേ വിൽക്കാൻ പറ്റൂ എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റിന്റെ രീതിയാണ്. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് വാങ്ങി വിൽക്കാം, അല്ലെങ്കിൽ വിറ്റിട്ട് വാങ്ങിക്കാം. ഓക്കെ, നമുക്ക് ആകെ ഒറ്റ കാര്യമേ നോക്കുന്നുള്ളൂ. വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയാണ് വിറ്റ വിലയെങ്കിൽ ലാഭം, വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നഷ്ടം. വാങ്ങലാണോ വിൽക്കലാണോ ആദ്യം ചെയ്യുന്നത് എന്നതിന് യാതൊരു പ്രാധാന്യമില്ല. മനസ്സിലായോ? ആദ്യം ബൈ ചെയ്തിട്ട് പിന്നെ സെല് ചെയ്യുന്നതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന രീതി. ഓക്കെ, എന്നാൽ ട്രേഡിങ്ങിൽ നമ്മൾ ഇതിനെ പറയുന്ന പേര് ലോങ് എന്നാണ്. അപ്പൊ ഒരു വാല്യൂ, കമ്മോഡിറ്റി ആയിക്കോട്ടെ, സ്റ്റോക്ക് ആവട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, കറൻസി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു വാല്യൂ മുകളിലേക്ക് പോകുമ്പോൾ, കയറി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ചെയ്യണം. ചെറിയ വിലയ്ക്ക് വാങ്ങണം, വലിയ വിലയ്ക്ക് വിൽക്കണം, നമുക്ക് ലാഭം കിട്ടും. എന്നാൽ ഇതേ പ്രൊഡക്റ്റ് താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ നമ്മൾ ബൈ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ബൈങ്ങിന് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ട്രേഡിങ്ങിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്, അതാണ് സെല്ലിംഗ്. ആദ്യം ബൈ ചെയ്യണം എന്നിട്ട് സെല് ചെയ്യണം എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റിന്റെ രീതി. സെല്ലിൽ ഇത് രണ്ടും 2 പ്രോസസ് ആണ്. മുകളിലേക്ക് വാല്യൂ കയറി പോകുന്നെങ്കിൽ നമുക്ക് ബൈ ചെയ്തിട്ട് സെൽ ചെയ്യാം. ഇനി താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ആദ്യം സെല്ല് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബൈ ചെയ്യാം. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് സെല്ലിംഗ്. സിംപ്ലി നമ്മൾ അതിന് ഷോർട്ട് എന്ന് പറയും. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മാർക്കറ്റ് താഴേക്ക് വരുമ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെന്റിൽ
മാർക്കറ്റ് മുകളിലേക്ക്, അതായത് വില കൂടിയാൽ മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ, വില താഴേക്ക് വന്നാൽ നമുക്ക് നഷ്ടമാണ്. ഇതിന് മുകളിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ട്രേഡിങ്ങിലുള്ളത്. വില മുകളിലേക്ക് കയറുമ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കാം, വില താഴേക്ക് വരുമ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കാം. മുകളിലേക്ക് കയറുമ്പോൾ ലാഭം ഉണ്ടാക്കുന്നതിന് ആദ്യം നമ്മൾ ബൈ ചെയ്തിട്ട് പിന്നെ സെല് ചെയ്യണം. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ലോങ്. വില താഴേക്കാണ് വരുന്നതെങ്കിൽ ആദ്യം സെല്ല് ചെയ്തിട്ട് പിന്നെ ബൈ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട്. അപ്പോൾ ഓഹരികൾ നമുക്ക് വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും, അതായത് ബൈ ചെയ്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഓഹരികൾ സെല്ല് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സെല്ല് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ ഒറ്റ ദിവസത്തിന് മാത്രമേ പറ്റുള്ളൂ, ഇൻട്രാഡേക്ക് മാത്രമേ പറ്റുള്ളൂ. സെല്ല് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മറ്റ് പ്രൊഡക്റ്റുകളാണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോ രണ്ട് രീതിയിലുള്ള അവസരങ്ങളാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിലുള്ളത്. ഒന്ന് ലോങ്, മാർക്കറ്റിൽ വില കയറുമ്പോൾ ബൈ ചെയ്ത് സെല്ല് ചെയ്ത് ലാഭമുണ്ടാക്കാനുള്ള ഒരു അവസരം. അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ സെല്ല് ചെയ്തിട്ട് ബൈ ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം. അപ്പോൾ ലൈക്ക് നമ്മളുടെ പ്രീമിയം വീഡിയോസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇൻട്രാഡേ വീഡിയോയിൽ നമ്മളിത് വളരെ കൃത്യമായിട്ട്, ഒന്നുകൂടി വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. രണ്ട് വാക്കുകൾ നമ്മളിവിടെ പുതിയത് പഠിച്ചിട്ടുണ്ട്, മറക്കണ്ട. ഒന്ന് ലോങ്, ഒന്ന് ഷോർട്ട്. അപ്പൊ ലോങ് എന്ന് പറഞ്ഞാൽ ബൈ ചെയ്ത് സെല്ല് ചെയ്യുന്നതിന് നമ്മൾ ലോങ് എന്ന് പറയും. ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ല് ചെയ്ത് ബൈ ചെയ്യുന്നതിന് നമ്മൾ ഷോർട്ട് എന്ന് പറയും. ഈ വാക്ക് നമ്മൾ ഇപ്പൊ പഠിക്കണം, കാരണം ഓപ്ഷൻ സ്ട്രാറ്റജീസ് എല്ലാം വരുമ്പോൾ ഈ ലോങ്ങും ഷോർട്ടും ആണ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. റൈറ്റ്? അപ്പൊ ഇതാണ് ഷോർട്ട് സെല്ലിംഗ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക. അപ്ഡേറ്റ്സ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീമിയം കോഴ്സസ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. 13 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ പ്രീമിയം കണ്ടന്റ്സ് ഞാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് അവിടെയാണ് പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ, അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്, താങ്ക് യു.